اللهم صل على سيدنا محمد الفاتح لما خلق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله وصحبه. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളാകുന്ന ഔലിയാക്കൾ അവരെ കിതാബുകളിലൊക്കെ രേഖപ്പെടുത്തിയ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഓരോ മുറബ്ബിയായ മശായിഖന്മാരും അവരെ മുരീദന്മാർക്ക് നൽകുന്ന ഖാസായ ചില ദിക്റുകൾ ഉണ്ടാവും. ഖാദിരിയ തുരീഖത്താണെങ്കിലും റിഫാഇയ തുരീഖത്താണെങ്കിലും ജിഷ്തിയാണെങ്കിലും സുഹറവർദിയാണെങ്കിലും നക്ഷബന്ദിയ തുരീഖത്താണെങ്കിലും തിജാനിയ തുരീഖത്താണെങ്കിലും എല്ലാ തുരീഖത്തുകളും ഹക്കായ എല്ലാ തുരീഖത്തുകളും അത് ഹഖീഖത്ത് മുഹമ്മദീയത്തിലേക്കാണ് ചെന്നു ചേരുന്നത്. അതിൽ യാതൊരു സംശയവും വേണ്ട. ഓരോ മുറബ്ബിയായ മശായിഖന്മാരും നമുക്ക് നൽകുന്ന ആത്മീയമായ ഖാസായ ചില ദിക്റുകളുണ്ട്. ആ ദിക്റുകളിൽ ഒളിഞ്ഞു കിടക്കുന്ന ചില രഹസ്യങ്ങളുണ്ട്. ആ ദിക്റുകൾ ഒരു മുറബ്ബിയായ മശായിഖ് എങ്ങനെയാണോ അത് ചെയ്യാൻ പറഞ്ഞത് അതിൻ്റെ എല്ലാ ശുറൂത്തുകളും ആദാബുകളും പാലിച്ചുകൊണ്ട് തൻ്റെ ഷെയ്ഖിനെ പൂർണ്ണമായി നളുർ ചെയ്തുകൊണ്ട് അമാലുകൾ ചെയ്യുമ്പോൾ അവൻ ചെയ്യുന്ന ആ ഖാസായ ദിക്റിൻ്റെ ഒരു ഫൈൽ, ഒരു തജല്ലി അവൻ്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരും. ആ തജല്ലിയിൽ നിന്ന് അവനക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്, ഹൃദയത്തിൻ്റെ അന്ധത നീങ്ങാനുണ്ട്, ഇൻസാനിയത്തിൻ്റെ പൊരുൾ അതുമൂലം അറിയണം, നബാത്തിൻ്റെ പൊരുൾ അറിയണം, ജമാദിൻ്റെ പൊരുൾ അറിയണം. ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ച ഒരുപാട് വസ്തുക്കളുണ്ട്, ഒരുപാട് ചരാചര വസ്തുക്കളുണ്ട്, ജീവജാലങ്ങളുണ്ട്. ഇതിൻ്റെ ഉള്ളിലൊക്കെ അല്ലാഹു തആല ഒരുപാട് രഹസ്യങ്ങൾ സംവിധാനിച്ചിട്ടുണ്ട്. ഈ രഹസ്യങ്ങളൊക്കെ ഈ ദിക്റിൻ്റെ ഫൈല് മുഖേന മശായിഖന്മാരിൽ നിന്ന് കിട്ടുന്ന മദദ് മുഖേന ഒരു യഥാർത്ഥ മുരീദിനിക്ക് അറിയാൻ കഴിയുമെന്ന് അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളാകുന്ന ഔലിയാക്കൾ അവരെ കിതാബിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് കിട്ടിയ ഖാസായ ദിക്റുകൾ വളരെ സുപ്രധാനമായ രൂപത്തിൽ കൊണ്ടു നടക്കുന്ന ആളുകളായിരുന്നു സ്വഹാബത്ത്. അതുകൊണ്ട് തന്നെ ഹൃദയത്തിൽ മുഴുവൻ വെളിച്ചം കിട്ടിയ ആളുകളായിരുന്നു അവർ. ആ വെളിച്ചം ലോകത്തിന് വിതരണം ചെയ്ത ആളുകളായിരുന്നു ബഹുമാന്യരാകുന്ന സ്വഹാബത്തുൽ കിറാം. അപ്പൊ നമുക്ക് ഹിദായത്തിന്റെ വെളിച്ചം ലോകത്ത് വിതരണം ചെയ്യണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ വെളിച്ചം ഉണ്ടാവണം. നമ്മുടെ ഹൃദയത്തിൽ അന്ധതയുള്ള ഒരാൾക്ക് എങ്ങനെ വെളിച്ചം പകരാൻ കഴിയും? ഹൃദയം മൂടപ്പെട്ട ഒരാൾക്ക്, ഹൃദയത്തിന്റെ കണ്ണ് മൂടപ്പെട്ട ഒരാൾക്ക് ലോകത്തെ എങ്ങനെ സംസ്കരിക്കാൻ കഴിയും? ജനങ്ങളെ ഹൃദയത്തെ എങ്ങനെ മാറ്റിമറിക്കാൻ കഴിയും? ജനങ്ങളെ ഹൃദയത്തിനെ മാറ്റിമറിക്കാൻ കഴിയണമെങ്കിൽ സ്വന്തം ഹൃദയത്തിലുള്ള വെളിച്ചമെടുത്തിട്ട് അതിന് കഴിയുള്ളൂ. അതിന് മുരീദന്മാർ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഷേഖ് തരുന്ന ആ വിർദുകളാണെങ്കിലും വളീഫയാണെങ്കിലും മറ്റ് അമാലുകളാണെങ്കിലും അതിൽ ഒളിഞ്ഞു കിടക്കുന്ന ആ വെളിച്ചത്തിനെ കണ്ടെത്തുകയും ആ വെളിച്ചമായി അവൻ സ്വമേധയാൽ മാറുകയും ചെയ്യുമ്പോൾ ആ വെളിച്ചം മുഖേന മറ്റുള്ളവർക്ക് വെളിച്ചം പകരാൻ നമുക്ക് കഴിയണം.
ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റിൽ ഒരു രഹസ്യമുണ്ട്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്റിൽ ഒരു രഹസ്യമുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, അള്ളാഹുവിന്റെ കുർസിന്റെ ചുവട്ടിൽ, അള്ളാഹുവിന്റെ കുർസിന്റെ ചുവട്ടിൽ ഒരു നിധിയുണ്ട്. ആ നിധിയാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ലാ ഹൗല വലാ ഖുവത പോലെയുള്ളതായ ദിക്റുകൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പോലത്തെ ദിക്റുകൾ, അല്ലാഹ് പോലത്തെ ദിക്റുകൾ, അംഫാസിന്റെ ദിക്റുകൾ, ഫർദിന്റെ അമലുകൾ, അതൊക്കെ ഒരു മുറബ്ബിയിൽ നിന്ന് ലഭിക്കുമ്പോഴാണ് അത് ലോകത്തിന് വെളിച്ചം പകരാൻ മാത്രം ശക്തിയുള്ളതായി അത് മാറുള്ളൂ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഗാർ സൗറിൽ ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങൾക്ക് വിതരണം ചെയ്ത, ബഹുമാനപ്പെട്ട ഇമാം ഷാറാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ അൻവാറുൽ ഖുദ്സിയ്യ എന്ന് പറയുന്ന കിതാബിന്റെ മുഖദ്ദിമയിൽ തന്നെ പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹുവിനിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്ന കലിമയുടെ പൊരുൾ പഠിപ്പിച്ചു കൊടുക്കുന്ന രംഗം ഇമാം ഷാറാനി തങ്ങൾ വിശാലമായി തന്നെ പറയുന്നുണ്ട്. അത് നമ്മൾ ഒരുപാട് കേട്ട്, അങ്ങനെ സംഭവങ്ങളുണ്ട്, അങ്ങനെ ചരിത്രങ്ങളുണ്ട്. അത് കേട്ട് അതിൽ നിർവൃതി അടയുന്നതിനു പകരം നമ്മൾ ആ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വഹാബത്തിന് കൊടുത്ത വെളിച്ചം, ആ വെളിച്ചത്തെ പിന്തുടരേണ്ടവരാണ് നമ്മൾ. അത് എവിടെയാണെങ്കിലും അവിടേക്ക് ചെന്നത് സ്വീകരിക്കേണ്ടവരാണ് നമ്മൾ. അത് ഹൃദയത്തോട് ചേർക്കേണ്ടവരാണ് നമ്മൾ എന്ന് ഹൃദയത്തിൽ ബോധ്യം നമുക്ക് വേണം. എങ്കിലേ മറ്റുള്ളവരെ സംസ്കരിക്കാൻ നമുക്ക് കഴിയുള്ളൂ. അപ്പോ നമ്മളിൽ തന്നെ ഒളിഞ്ഞു കിടക്കുന്ന ഏറ്റവും വലിയ രഹസ്യം എന്ന് പറയുന്നത് നമുക്ക് മശായിഖന്മാർ നൽകിയ ദിക്റാണ്. ആ ദിക്റ് കേവലം ഒരു സാധാരണ ദിക്റ് പോലെ കൊണ്ടു നടന്നാൽ ഒരിക്കലും അത് ഹൃദയത്തിന് വെളിച്ചം നൽകൂല. അതിന്റെ പൊരുൾ അറിയുമ്പോഴാണ്, റബ്ബേ, ഞാൻ ഇത്രമാത്രം രഹസ്യങ്ങളുള്ള ഒരു ദിക്റാണല്ലോ ഞാൻ പിന്തുടർന്നിരുന്നത്, ഇത്രമാത്രം രഹസ്യത്തിന്റെ കൂമ്പാരം ഞാൻ ഏറ്റി നടന്നിരുന്നല്ലോ എന്ന് ഒരു വ്യക്തി എപ്പോഴാണ് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മശായിഖന്മാർ നൽകുന്ന ദിക്റ് അത് ഹൃദയം കൊണ്ട് സ്വീകരിക്കാനും അതിൻ്റെ വെളിച്ചം ആദ്യം സ്വന്തം ഹൃദയത്തിൽ പകർന്ന് ശേഷം മറ്റുള്ളവർക്ക് ഒരു വെളിച്ചമാക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.